അപ്പോൾ നമുക്കിന്ന് ഞണ്ട് റോസ്റ്റ് ചെയ്താലോ? നല്ലൊരു കിടിലൻ റോസ്റ്റ് ആക്കിയാലോ ഇന്ന് നമുക്ക്? ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ലുലു പോയപ്പോൾ എനിക്ക് ഞണ്ട് കിട്ടി, അപ്പോൾ ഞണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഹായ്, ഞാൻ ഷാഹുൽ ജോലി സ്റ്റേറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ഞണ്ടെടുക്കാം. ഞണ്ടെടുത്തിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്കിത് ജീവനുള്ള ഞണ്ടാണെങ്കിൽ നമുക്കിത് തിളപ്പിച്ച് വെള്ളത്തിലിട്ടിട്ട് ജീവൻ കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ജീവനൊക്കെ പോയതുകൊണ്ട് തന്നെ നമ്മൾ തിളപ്പിക്കുന്നൊന്നുമില്ല. ഞാനിത് ഡയറക്റ്റായിട്ട് ഞാനിതിനെ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ കാലൊക്കെ ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുത്ത് വേണ്ടാത്ത ഭാഗമൊക്കെ ഇങ്ങനെ കാലിൻ്റെ മുകൾ ഭാഗത്ത് ദശയില്ലാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് മാറ്റിക്കളയാം. അതല്ലാത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വലിയ കൊമ്പുണ്ടല്ലോ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കാല് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് കിട്ടും കേട്ടോ. എന്നിട്ട് ഈ സാധനം ഇങ്ങനെ പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊരു പൂവ് പോലത്തെ സാധനം ഉണ്ടാവും, അതൊക്കെ എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മിഡിൽ പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ ആ ദശയുള്ള കാലുകളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഈ കത്തിയുടെ ഈ ബാക്ക് സൈഡ് വെച്ചിട്ട് ആ മുന വെച്ചൊന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആ റോസ്റ്റൊക്കെ അതിൻ്റെ ഇറങ്ങാനും പിന്നെ അതുപോലെ തന്നെ ഞണ്ടിൻ്റെ ഫ്ലേവർ നമ്മുടെ റോസ്റ്റോട്ട് കിട്ടാനുമായിട്ട്. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ബെറ്റർ കേട്ടോ. വെളിച്ചെണ്ണ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് പെരുംജീരകം ഒരു ഫ്ലേവറിനിട്ട് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകം. ഇനി നമുക്ക് നന്നായി ചോപ്പ് ചെയ്തിട്ടുള്ള സവോള ഒരു 2 വലുതെടുത്തിട്ടുണ്ട്, അതെടുത്തിട്ട്, കാരണം ഇത് റോസ്റ്റാണ് നമുക്ക് അത്യാവശ്യം വേണം. നല്ല വലിയ സവോള തന്നെയായിരുന്നു 2 എടുത്തിട്ട് അത് നന്നായിട്ട് ഞാൻ ഫൈൻ ചോപ്പ് ചെയ്തിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കേട്ടോ. ഇനി ഇതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും ചെറിയ ഉള്ളി ചേർക്കുന്നത്. ഞാനിപ്പോൾ ഒരു 10-15 ചെറിയ ഉള്ളി ഉള്ളു എൻ്റെ അടുത്ത്. അത് നമ്മൾ അരിഞ്ഞിടൊന്നും വേണ്ട, വലുതാണെങ്കിൽ ഒന്ന് നടു കയറി ഇട്ടാൽ മതി. അതൊരു നല്ല ഫ്ലേവർ ആട്ടോ. കാരണം നിങ്ങളുടെ അടുത്ത് സവോളയ്ക്ക് പകരം അത്രയും ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാ ബെറ്റർ. കാരണം ഒരു 1 കിലോ ഞണ്ടുണ്ടെങ്കിൽ 1 കിലോ ചെറിയ ഉള്ളി തന്നെ ഇട്ടിട്ട് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അതാ ബെറ്റർ. അപ്പോൾ നമ്മൾ സവോള യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, സൂപ്പറായിരിക്കും. അപ്പോൾ കാരണം നമ്മുടെ ആ ചെറിയ ഉള്ളിയൊക്കെ നല്ല ഉടഞ്ഞങ്ങോട്ട് വരും പെട്ടെന്ന് സവോളേനേക്കാൾ കൂടുതലായിട്ട്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമുളക് മാറുമ്പോൾ നമുക്ക് പച്ചമുളക് ഒരു 4 കീറി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ ചേർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ, ഒരു തിക്കാവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ടൊമാറ്റോ മാത്രം ചേർത്താൽ മതി. കണ്ടോ, ഞാനൊരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു ടേബിൾ സ്പൂൺ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഈ ടൊമാറ്റോ പേസ്റ്റ് എപ്പോഴും നമ്മൾ പെട്ടെന്ന് തക്കാളി പോലെയല്ല, ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഞാനൊരു ചെറിയ തക്കാളിയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയ 1.5 തക്കാളി ഇട്ട് കൊടുത്താൽ മതി ടൊമാറ്റോ പേസ്റ്റിന് പകരമായിട്ട്. നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ പെട്ടെന്ന് ജ്യൂസി ആയിട്ട് വരും. കണ്ടോ, ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഗരം മസാല വളരെ കുറച്ച് ചേർക്കുന്നുണ്ട്. ഒരു ഏകദേശം 3/4 ടീസ്പൂണോളം ഞാൻ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഏകദേശം എല്ലാത്തിൻ്റെയും ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആവശ്യത്തിന്. എപ്പോഴും നമ്മൾ കറിയിൽ വെള്ളം പിന്നീട് എന്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ പിന്നീട് ചേർക്കണമെങ്കിൽ നമ്മൾ തിളപ്പിച്ച വെള്ളം ചേർക്കണം കേട്ടോ, പച്ചവെള്ളം ചേർക്കരുത് ഉണ്ടാക്കുന്നതിൻ്റെ നടുക്കിലൊക്കെ ചേർക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചേർത്തെടുക്കാം. ഉപ്പെല്ലാം എല്ലാം നല്ല ഈ സമയത്ത് നോക്കിക്കോളൂ കേട്ടോ, ഉപ്പൊക്കെ നോക്കിയിട്ട് ഞണ്ട് ഇട്ടാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. കണ്ട, നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ആ ഞണ്ടിൻ്റെ സ്മെല്ലും എല്ലാം ചേർന്നിട്ടുണ്ട്. ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. എനിക്കിത് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. നിങ്ങളും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിത് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാക്കാൻ തന്നെ ആയിരുന്നു. വീണ്ടും ഞാനൊരു 5 മിനിറ്റ് അടച്ച് വെക്കാനുള്ള ഉദ്ദേശം ആണ്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്.
ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടെ കളറൊക്കെ മാറി നല്ല ടൈറ്റായിട്ട് പക്ക റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാലെടുത്തിട്ട് ഒന്ന് ഉടച്ചിട്ട് കഴിച്ച് നോക്കാം, വേവൊക്കെ ആയിട്ടുണ്ടെന്ന് വെന്തിട്ടുണ്ടാവും അത് കേട്ടോ. ഇത്രയും സമയം മതി. അപ്പോൾ നല്ല ഉഷാറായി വന്നിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് നമുക്കൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കത് ഉപയോഗിക്കട്ടെ. ഇപ്പം ചൂടോടെ തന്നെ ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ ചൂടാറി കഴിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ എനിക്ക് ഡിന്നർ കഴിക്കുമ്പോൾ ഇത് സെർവ് ചെയ്യുന്നത് കാണിക്കാം. കണ്ടോ, ഏകദേശം ഞാൻ കഴിക്കാനായി. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ തുടങ്ങാം. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റ്? എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ സംഭവം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം കേട്ടോ. കണ്ടോ, നമ്മുടെ ഞണ്ടൊക്കെ സൂപ്പറായി വന്നിട്ടില്ലേ? അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ചപ്പാത്തി, പൊറോട്ട അങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ കൂടെ കഴിക്കാം. ഈ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു ഞണ്ടിൻ്റെ ഒരു ഷെല്ല് അവിടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. അതപ്പം തന്നെ എടുത്തു ഞാൻ വെറുതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചതാണ്. അല്ല, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ സംഭവം? പൊള്ളി സാധനം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.